രാവിലത്തെ മോർണിംഗ് ടാസ്ക് അൻസിബ പൊളിച്ചടുക്കി എന്ന് പറയാം. അവിടെ പ്രധാനമായിട്ടും മുന്നം വെച്ചത് നോറയാണെന്നാണ് എനിക്ക് തോന്നിയത്. അവിടെ രാവിലെ കൊടുത്ത മോർണിംഗ് ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്നുള്ള ഷോ സ്ക്രിപ്റ്റഡ് ആണോ എന്നാണ് നിങ്ങളുടെ അഭിപ്രായം. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ, തിരിച്ചറിവുകൾ അതൊക്കെ എന്താണ് എന്ന് പറയാനായിരുന്നു. അവിടെ അൻസിബ വന്നതെന്ന് പറഞ്ഞ കാര്യം ഈ ഷോ സ്ക്രിപ്റ്റഡ് അല്ല എന്ന് എനിക്ക് മുന്നേ അറിയായിരുന്നു. ഇവിടെ വന്നപ്പോൾ എനിക്ക് കൂടുതലായി മനസ്സിലാക്കാനായിട്ട് സാധിച്ചു ഈ ഷോ സ്ക്രിപ്റ്റഡേ അല്ല, എല്ലാം ഇവിടെ സംഭവിച്ചു പോകുന്നതാണ് എന്നുള്ളത്. പക്ഷേ ഈ ഷോയിൽ വന്ന് നിൽക്കുന്ന ആളുകൾ സ്ക്രിപ്റ്റോടുകൂടി വന്ന് നിൽക്കുന്നവർ ഇഷ്ടപ്രകാരമുണ്ട് എന്നാണ് അവിടെ അൻസിബ പറയുന്നത്. ഒരു കൃത്യമായിട്ടൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി ഇവിടെ വന്ന് 100 ദിവസവും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പലപ്പോഴും അത് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നാണ് പറയുന്നത്. അതോടൊപ്പം അൻസിബ പറയുന്നുണ്ട് 100 അല്ല 365 ദിവസം അഭിനയിക്കാൻ പറഞ്ഞാലും ഇവരൊക്കെ കയറി അഭിനയിക്കും എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നും പറയുന്നുണ്ട്. പിന്നെ ഈ വീട്ടിൽ ചിലർ വന്നിട്ട് ഞാൻ ഇൻസ്പിറേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇൻസ്പിറേഷൻ്റെ ഐ പോലും പറയാനായിട്ട് യോഗ്യതയില്ലാത്ത ആളുകളാണ് ഇവിടെ വന്നിട്ട് അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ സ്വയം പറയേണ്ടതല്ല ഞാനൊരു ഇൻസ്പിറേഷനാണ് മറ്റുള്ളവർക്ക് എന്ന്, അത് മറ്റുള്ളവർ തിരിച്ചറിയേണ്ടതാണ് എന്ന് പറയുന്നുണ്ട്. സ്വന്തം വീട്ടിൽ പോലും പലരും അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. വീട്ടുകാർക്ക് പോലും ചിലരുടെ സ്വഭാവങ്ങളൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ലായിരിക്കാം. ഈ ഷോയിൽ വന്നതിന് ശേഷമായിരിക്കാം ചിലപ്പോൾ വീട്ടുകാർക്ക് പോലും അവരുടെ സ്വഭാവം ഇങ്ങനെയായിരുന്നു എന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവുക. ഈ ഷോയിൽ എന്തായാലും വിന്നർ ഉണ്ടായിരിക്കും. വിന്നർ ഒരു ക്വാളിറ്റി ഉള്ള ആളായിരിക്കും. ഒരിക്കലും വിന്നറിനെ ക്വാളിറ്റി ഇല്ലാത്ത ഒരാൾ വിന്നർ ആവില്ല. പ്രേക്ഷകർ മണ്ടന്മാരല്ല. ഒരു ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ അതിന് യോഗ്യതയുള്ള ഒരാളെ തന്നെ ആയിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഇതിന്റെ കപ്പ് കൊടുക്കുന്നത്. അതിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ ഇവിടെ എത്രയൊക്കെ കള്ളത്തരം കാണിച്ചാലും ഇതിന്റെ ഉള്ളിലുള്ളവർക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും മനസ്സിലാവുന്നുണ്ട് എന്നാണ് അൻസിബ പറയുന്നത്. പുറത്തുള്ള ജനങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ എത്രയൊക്കെ അഭിനയിച്ച് തകർത്തിട്ടും കാര്യമില്ല. പുറത്തെ ജനങ്ങൾ അത്ര മണ്ടന്മാരൊന്നല്ല. നിങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരെന്തായാലും നിങ്ങളെ മനസ്സിലാക്കി ഒരു ഫേക്ക് ആയിട്ടുള്ള ആളെ തിരിച്ചറിയും എന്നാണ് അൻസിബ അവിടെ പറഞ്ഞത്. എന്തായാലും അവിടെ പലരെയും ഉദ്ദേശിച്ച് തന്നെയാണ് അൻസിബ ഇത്രയൊക്കെ ഡയലോഗ് അവിടെ ഇട്ടത്. കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അൻസിബ. ഇത് ഓരോരുത്തർക്കുള്ള ഡയലോഗുകളായിരുന്നു. മെയിനായിട്ട് നോറയ്ക്കുള്ള കൊത്തായിരുന്നു എന്നാണ് എനിക്ക് അതിൽ തോന്നിയൊരു കാര്യമെന്ന് പറയുന്നത്.